ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം കേന്ദ്ര പരീക്ഷയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രം മുന്നോട്ട് ഉള്ളപ്പോൾ എല്ലാവരും പഠിത്തത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് അങ്ങനെ നമുക്ക് ഈ വർഷം ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന ദ റിഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്സ് ഓഫ് റൂത്ത് ആൻഡ് എസ്തേർ, വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്ത് എസ്തേർ പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ചാപ്റ്റർ 11, ദി എൻഡ് ഓഫ് ഹാമാൻ, ദ ലിബറേഷൻ ഓഫ് ദ ജ്യൂസ് ആൻഡ് ദ ഫീസ്റ്റ് ഓഫ് പുരീം. ഹാമാന്റെ അന്ത്യവും യഹൂദരുടെ ഉദ്ധാരണവും പുരീം പെരുന്നാളിന്റെ സ്ഥാപനവും ഒക്കെയാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ കാണുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് തുടങ്ങാം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അങ്ങനെ എസ്തേറിന്റെ പുസ്തകവും അതിന്റെ ക്ലൈമാക്സ് ഭാഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. Chapters 7 to 10 of the book form a dramatic conclusion to the story of Esther. എന്താണ് ഇവിടെ? The tension between Haman's evil plan and God's providential deliverance reaches its peak. അതായത് ഹാമാന്റെ ദുരുപായങ്ങളും ദൈവത്തിന്റെ രക്ഷാപദ്ധതിയും തമ്മിലുള്ള സംഘട്ടനം അതിന്റെ മൂർധന്യ ഭാവത്തിലേക്ക് എത്തുന്നതാണ് നമുക്ക് 7 മുതലുള്ള അധ്യായങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. യഹൂദ ജനത്തിന്റെ വീണ്ടെടുപ്പിനായി തനതായ ബുദ്ധിവൈഭവത്തിലൂടെയും സമയോചിതമായ ഇടപെടലിലൂടെയും എസ്തേർ രാജ്ഞി നടത്തിയ ശ്രമങ്ങൾ അതിന്റെ വിജയം കണ്ടെത്തുന്ന കാഴ്ചകളാണ് നമുക്ക് 7 മുതലുള്ള അധ്യായങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. We can see how the efforts of Queen Esther succeed due to her godly insights and timely interventions. ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു ദുരുവായി അല്ലെങ്കിൽ തന്റെ ജനത്തിനും തന്റെ വളർത്തപ്പനായ മൊർദെഖായിക്കുമെതിരെ ഒരുവൻ, ഹാമാൻ എന്ന ഒരുവൻ സ്ഥിരമായി ചതിപ്രയോഗങ്ങൾ മുന്നിലേക്ക് നടത്തുമ്പോൾ ഇനി അവൻ അത് തുടരരുത് എന്ന് ഒരു രാജ്ഞി ദൃഢനിശ്ചയം ചെയ്യുമ്പോൾ എന്തായി തീരുകയാണ്? ഹാമാൻ തന്നെ കുരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കഴിവിൽ അവൻ തന്നെ മരിക്കണം എന്നുള്ളത് അവിടെ ദൈവനിശ്ചയമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തന്റെ ജനത്തെ ദ്രോഹിക്കുന്ന ഒരുവൻ ഇനിയും അത് തുടരരുത് എന്നൊരു രാജ്ഞി ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ആരാണോ തന്റെ ജനത്തെ ഉപദ്രവിക്കുന്നവൻ അവൻ തന്നെ ഒരുക്കി വെക്കുന്ന കഴുമരത്തിൽ അവൻ തന്നെ മരിക്കേണ്ടി വരുന്ന ഒരു ദൈവനിശ്ചയമായിട്ട് അത് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. It became God's plan that he should die on the noose of the gallows that he had prepared. ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രത്യേകിച്ച് 7, 8, 9, 10 അധ്യായങ്ങളിലെ സംഭവങ്ങളാണ് നമ്മളൊന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ഓരോ അധ്യായങ്ങളായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. 7-ാം അധ്യായത്തിൽ ഹാമാന്റെ നാശം, ഹാമാൻസ് ഫോൾ. And in chapter 8, the king's new decree, രാജാവിന്റെ പുതിയ കൽപ്പന. Chapter 9, the feast of Purim, പുരീം പെരുന്നാളിനെ പറ്റിയൊക്കെ നമുക്ക് 9-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മൊർദെഖായി's greatness, മൊർദെഖായിയുടെ മഹത്വവും കൂടി വർണ്ണിച്ചുകൊണ്ടാണ് ഈ ഒരു പുസ്തകം അവസാനിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5ഉം 6ഉം അധ്യായങ്ങൾ നമ്മൾ നോക്കിയപ്പം നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് അത് അവസാനിച്ചത്. എസ്തേർ രാജ്ഞി ഒരുക്കിയ 1ാമത്തെ വിരുന്നിൽ പങ്കെടുത്തതിന് ശേഷം ഹാമാനെയും രാജാവിനെയും എസ്തേർ 2ാമതൊരു വിരുന്നിനായിട്ട് ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് സംഭവങ്ങൾ നടന്നു അല്ലെ? എന്താണ്? ഹാമാൻ തന്നെ മൊർദെഖായിയെ ആദരിക്കേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. ഇതിനെപ്പറ്റി തന്റെ ഭാര്യയോടും സ്നേഹിതന്മാരോടും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭാര്യയും സ്നേഹിതന്മാരും ഒന്ന് മനസ്സിലാക്കുകയാണ്. എന്താണ്? നീ മത്സരിക്കുന്നവൻ ഒരു യഹൂദനാണെങ്കിൽ നിനക്ക് അവനെ ജയിക്കുവാൻ സാധിക്കുകയില്ല എന്നവർ മനസ്സിലാക്കുന്നു. ആ സമയത്തിന് തന്നെ എസ്തേറിന്റെ 2ാമത്തെ വിരുന്നിനായിട്ട് ഹാമാനെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനം കണ്ടത്. അപ്പം ഈ ഒരു ക്ലാസ്സിലേക്ക് 7ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇതിന്റെ ഒരു പ്രധാന തീം തന്നെ ഹാമാൻ ബീങ് എക്സ്പോസ്ഡ് ആൻഡ് എക്സിക്യൂട്ടഡ്. ഹാമാന്റെ തെറ്റുകളും ദുരുപായങ്ങളും ഒക്കെ വെളിയിൽ വരികയും അവൻ മരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് നമുക്ക് 7ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്നത് തന്നെ എസ്തേർസ് സെക്കൻഡ് ബാങ്ക്വറ്റ്, എസ്തേർ നടത്തുന്ന 2ാമത്തെ വീഞ്ഞു വിരുന്ന്. അവിടെ വച്ച്
രാജാവ് പിന്നെയും എസ്തേറിനോട് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ തന്റെ ജനത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഹാമാനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന എസ്തേറിനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ആ സമയത്തുണ്ടായ മറ്റ് ചില സംഭവങ്ങളിലൂടെ രാജാവിനുണ്ടായ കോപത്തിൽ ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി പണി കഴിപ്പിച്ച 50 മുഴം നീളമുള്ള കഴുമരത്തിൽ ഹാമാൻ തന്നെ തൂക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് 7-ാം അധ്യായത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇത്രയും സംഭവങ്ങളാണ് 7-ാം അധ്യായത്തിൽ നടക്കുന്നത്. എന്തൊക്കെയാണ്? എസ്തേർ രാജ്ഞി നടത്തുന്ന 2ാമത്തെ വിരുന്ന്, അവിടെ വെച്ച് രാജാവ് തന്റെ ആഗ്രഹം എന്ത് എന്ന് ആവശ്യപ്പെടുമ്പോൾ, ആഗ്രഹം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഹാമാൻ എന്ന ദുരുപായിയാണ് തന്റെ ജനത്തെ ആക്രമിക്കുന്നത്, ദണ്ഡിപ്പിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്ന എസ്തേർ, ഇതിൽ രാജാവിനുണ്ടായ ക്രോധത്തിൽ എന്ത് സംഭവിക്കുകയാണ്? മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ പണി കഴിപ്പിച്ച 50 മുഴം നീളമുള്ള കഴുമരത്തിന്മേൽ ഹാമാൻ തന്നെ വധിക്കപ്പെട്ടു പോകുന്ന സംഭവങ്ങളാണ് നമുക്ക് 7-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പ്രസക്തമായ ചില ചിന്തകളാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, എസ്തേറിന്റെ ബുദ്ധി വൈഭവത്തിന് മുൻപിൽ ഹാമാൻ ഉണ്ടാക്കി വെച്ച കുതന്ത്രങ്ങൾ അവര് തന്നെ വിനയായി മാറുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്താണ്? ഹാമാൻ കുഡ് നോട്ട് ചാലഞ്ച് എസ്തേഴ്സ് ഇന്റലിജൻസ് ആൻഡ് വാസ് ട്രാപ്ഡ് ഇൻ ഹിസ് ഓൺ ഡിസെപ്ഷൻസ്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. ഹി ഹു ഡിഗ്സ് എ പിറ്റ് ഫോർ അനദർ വിൽ ഫോൾ ഇൻ ഹിംസെൽഫ് എന്ന പഴമൊഴിയൊക്കെ നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ സത്യമാകുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ? അങ്ങനെ എസ്തേർ രാജ്ഞിയുടെ ബുദ്ധി വൈഭവത്തിന് മുൻപിൽ ഹാമാന്റെ കുതന്ത്രങ്ങളെല്ലാം അവന് തന്നെ വിനയായിട്ട് മാറുന്നതാണ് നമുക്ക് ഈ 7-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. 2, ഇവിടെ നീതിയെ വധിക്കുവാൻ തിന്മയുടെ മൂർത്തികൾ നിർമ്മിക്കുന്ന കഴുമരത്തിൽ അന്യായത്തിൽ നിന്ന് ഉരുവായ തിന്മ തന്നെ വധിക്കപ്പെടുന്നു എന്നത് ഹാമാന്റെ അന്ത്യം സാക്ഷ്യം നൽകുന്നു. When people like Haman, who was evil personified, erect gallows to hang the righteous, the evil that is born of injustice is what will be ended. മൊർദെഖായിയുടെയും ഹാമാന്റെയും തന്നെ സംഭവമാണ്. എന്താണ്? മൊർദെഖായിയെ വധിക്കുവാൻ തന്റെ ഭാര്യയുടെ ഉപദേശം കേട്ട് ഉണ്ടാക്കിയ കഴുമരത്തിൽ ഹാമാൻ തന്നെ തൂക്കിക്കൊല്ലുന്ന ഗതികേടിന്റെ ചിത്രം നമുക്ക് ഈ 7-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും അല്ലെ? അപ്പം അത് തന്നെയാണ് ഒരു അന്യായം, ഒരു നീതിക്കെതിരെ അനീതി എത്ര വലിയ കഴുമരം ഒരുക്കിയാലും അതിൽ തിന്മ തന്നെ, അന്യായം തന്നെ തൂക്കപ്പെട്ടു പോകും, നശിച്ചു പോകും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു അധ്യായം 2ാമത് നമുക്ക് നൽകുന്നത്. ഇനിയും അതുപോലെ അവിടുത്തെ പ്രസക്തമായ ഒരു വാക്യമാണ് 7-ാം അധ്യായം 8-ാം വാക്യം നോക്കുകയാണെങ്കിൽ, രാജാവ് വധശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അവർ ഹാമാന്റെ മുഖം മൂടിക്കളഞ്ഞു. ഈവൻ ബിഫോർ ദ കിങ് ഗേവ് ഹിം ഡെത്ത് സെന്റൻസ് ദി അറ്റൻഡൻസ് ഹാഡ് കവേർഡ് ഹിസ് ഫേസ് എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദി കസ്റ്റംസ്, the customs prevalent in Greece and Rome at that time, the faces of people who were about to face severe punishment were covered in this manner. അതായത് അന്ന് ഗ്രീസിലും റോമിലും ഒക്കെ നിലനിന്നിരുന്ന രീതി അനുസരിച്ച് കഠിനമായി ശിക്ഷിക്കപ്പെടുവാൻ പോകുന്നവരുടെ മുഖം ഇതുപോലെ ഇപ്രകാരം ഹാമാന്റെ എപ്രകാരം മൂടിയോ അതുപോലെ മൂടുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇന്നയാള് ചെയ്ത കുറ്റത്തിന് കഠിനമായ ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത് എന്നതിന്റെ സൂചനയായിരുന്നു ഈ മുഖം മൂടുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയുമേ ഉള്ളൂ. ഈ 7-ാം അധ്യായത്തിൽ ഹാമാന്റെ നാശം അല്ലെങ്കിൽ ഹാമാന്റെ കുറ്റത്തിന് എത്രമാത്രം വലിയ ശിക്ഷയാണ് നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. രാജാവ് ഒരു വധശിക്ഷ വിധിക്കുന്നതിന് മുൻപ് തന്നെ കൂട്ടത്തിൽ നിന്നിരുന്നവര് ഹാമാന്റെ മുഖം അവിടെ മൂടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് 7-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത്. എന്തൊക്കെയാണ് പ്രധാന സംഭവങ്ങൾ? 1, എസ്തേർ രാജ്ഞി നടത്തുന്ന 2ാമത്തെ വിരുന്ന്. 2, അവിടെ വെച്ച് ഹാമാനാണ് തന്റെ ജനത്തിന്റെ ശത്രു എന്ന് ഉറക്കെ എസ്തേർ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം രാജാവിനുണ്ടായ ക്രോധത്തിൽ ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി പണി കഴിപ്പിച്ച 50 മുഴം നീളമുള്ള കഴുമരത്തിന്മേൽ തൂക്കപ്പെടുന്ന ഗതികേടിന്റെ ചിത്രങ്ങളാണ് നമുക്ക് 7-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന 2-3 ചിന്തകളുണ്ട്. എന്താണ്? എസ്തേറിന്റെ ബുദ്ധി വൈഭവത്തിന് മുൻപിൽ
ഹാമാന്റെ ദുരുപായങ്ങളെല്ലാം അവന് തന്നെ വിനയായിട്ട് മാറുന്നു. 2, തിന്മ എത്ര വലിയ നീതിക്കെതിരെ തിന്മ എത്ര വലിയ തടസ്സങ്ങൾ മുന്നിൽ വെച്ചാലും അവിടെ എപ്പോഴും തിന്മ തന്നെ നശിച്ചു പോകും, നീതിയും നന്മയും എപ്പോഴും ജയിക്കും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം ഹാമാന്റെ മുഖം മൂടിയത് എന്തിന്റെ സൂചനയാണ്, അതെന്ത് പശ്ചാത്തലത്തിലാണ് എന്നുകൂടി നമ്മൾ പറഞ്ഞു. 7-ാം അധ്യായം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനിയും 8-ാം അധ്യായത്തിലേക്ക് കടക്കാം. ദ കിങ്സ് ന്യൂ ഡിക്രി, രാജാവിന്റെ പുതിയ കൽപ്പന സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് 8-ാം അധ്യായത്തിൽ കാണുന്നത്. ഇതിന്റെ ഒരു തീം എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിവേഴ്സൽ ഓഫ് ഡെസ്റ്റിനി, അതായത് വിധി നേരെ തിരിഞ്ഞു മറിയുന്ന കുറെ സംഭവങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തുടക്കത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാമാന്റെ മരണം, അല്ലെങ്കിൽ ഹാമാൻ എന്ന് പറയുന്ന ദുഷ്ടകഥാപാത്രം ഇവിടെ നശിച്ചു കഴിഞ്ഞു. ഇവിടെ മൊർദെഖായി, അതായത് ഹാമാൻ അന്ന് രാത്രി കൊല്ലാനിരുന്ന ആളാണ് മൊർദെഖായി എന്ന് പറയുന്നത്. ഇവിടെ മൊർദെഖായിക്ക് 1-2 വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൊർദെഖായിയെ ഹാമാന്റെ സ്ഥാനത്തേക്ക് രാജാവ് ഉയർത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഒന്നാമത് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദ റിവേഴ്സൽ ഓഫ് ഡെസ്റ്റിനി, വിധി മാറി മറിയുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ ആദ്യത്തെ ഭാഗം തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് മൊർദെഖായിസ് പ്രൊമോഷൻ. 2 കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്ന്, രാജാവ് ഹാമാന്റെ പക്കൽ നിന്നെടുത്ത മോതിരം ഊരി മൊർദെഖായിക്ക് കൊടുക്കുകയും അവനെ രാജസന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. The king removed his signet ring that he had given to Haman and handed it over to Mordecai and admitted him into the royal court. ഇത് ഹാമാനെ പോലെ മൊർദെഖായി രാജഭരണത്തിൽ 2-ാം സ്ഥാനിയായി മാറി എന്നതിന്റെ സൂചനയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് നൗ Mordecai was second in command in the kingdom. ഇത് തന്നെ നമുക്ക് 10-ാം അധ്യായത്തിലും കാണാൻ സാധിക്കും. അപ്പം ഒരു റിവേഴ്സൽ ഓഫ് ഡെസ്റ്റിനി ആണ്. ഹാമാന്റെ സ്ഥാനത്തേക്ക് ആരെ കൊല്ലുവാൻ ഹാമാൻ വിധിച്ചുവോ ആ മൊർദെഖായി ഉയർന്നു വരുന്നതാണ് നമുക്ക് ഒന്നാമത് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 2, എസ്തേർ മൊർദെഖായിയെ ഹാമാന്റെ വീടിന് മേൽവിചാരകനാക്കി. എസ്തേർ മെയ്ഡ് മൊർദെഖായി ദി അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ഹാമാൻസ് ഹൗസ്. ഹെറോഡോട്ടസ് എന്ന ചരിത്രകാരന്റെ അഭിപ്രായത്തിൽ, ഈ പേര് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടല്ലേ, എവിടെ ആയിരുന്നു നമ്മൾ ഹെറോഡോട്ടസ് എന്ന ചരിത്രകാരന്റെ അഭിപ്രായം നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളത്? ഓർമ്മയുണ്ടോ? ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പർ 34 നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഹാമാൻ ചീട്ടിട്ട് തീരുമാനിക്കുന്ന ഒരു സംഭവം, പൂര എന്ന് പറയുന്ന ചീട്ടിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ അവിടെ പഠിച്ചിരുന്നു. ഉചിതമായ സമയം ചീട്ടിട്ട് തീരുമാനിക്കുന്ന പതിവ് പാർസികളുടെ ഇടയിൽ ഉണ്ടായിരുന്നതായി ചരിത്രകാരനായ ഹെറോഡോട്ടസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഏത് ചാപ്റ്ററിലാണ്? ചാപ്റ്റർ 8 നമ്മൾ, അതായത് എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് പിന്നെ നമ്മൾ ഹെറോഡോട്ടസിന്റെ അഭിപ്രായം നമ്മളിവിടെ കാണുകയാണ്. എന്താണ്? ഹെറോഡോട്ടസ് എന്ന ചരിത്രകാരന്റെ അഭിപ്രായത്തിൽ കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന, അതായത് പിടിച്ചടക്കുന്ന, നമ്മളുടെ ഇന്നത്തെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ജപ്തി ചെയ്യുന്ന ഒരു സമ്പ്രദായം അങ്ങനെ ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു. ദ കസ്റ്റം ഓഫ് കോൺഫിസ്കേറ്റിംഗ് ദി അസറ്റ്സ് ഓഫ് ദോസ് ഹു വർ പബ്ലിഷ്ഡ് ഫോർ എ ക്രൈം. അങ്ങനെ കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നവരുടെ വസ്തുവകകളും സ്വത്തും ഒക്കെ പിടിച്ചടക്കുന്ന ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഹാമാന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ രാജാവ് അവന്റെ വീട് എസ്തേറിന് നൽകുകയും മൊർദെഖായി അവിടെ കാര്യവിചാരകനായി ആവുകയും ചെയ്യുന്നത് നമുക്ക് ആദ്യത്തെ ഭാഗത്ത് കാണാൻ സാധിക്കും. The king has seized the assets of Haman and given his house to Esther, who made Mordecai his steward. അപ്പം വിധിയുടെ ഒരു നേരെ തിരിയുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി 2-ാമത്തെ ഭാഗം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ഹാമാൻ മരിച്ചു, മൊർദെഖായി വലിയൊരു പൊസിഷനിലേക്ക് എത്തി എന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ എന്താണ് ഇവിടെ എസ്തേറിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നതിന് എന്തായിരുന്നു? ഇറ്റ് വാസ് എ സേഫ്റ്റി ഓഫ് ഹെർ പീപ്പിൾ. യഹൂദർക്ക് ലഭിക്കുന്ന ഒരു സുരക്ഷ, അല്ലെങ്കിൽ യഹൂദർക്ക് സുരക്ഷ ഉണ്ടാകണം, തന്റെ ജനത്തിന് സുരക്ഷ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു എസ്തേറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ അല്ലെ. പക്ഷേ ഇവിടെ 8-ന്റെ 4 മുതൽ വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
ഹാമാൻ വധിക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുള്ള രാജകൽപ്പനകൾ സംബന്ധിച്ച് രാജ്യത്തിന്റെ ഓരോ സംസ്ഥാനത്തിലും ചിന്താക്കുഴപ്പങ്ങളും ആശങ്കകളും വർദ്ധിച്ചു എന്ന് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. Even though Haman was executed, there was confusion and anxiety in each province regarding the orders that he had issued in the king's name. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഹാമാന്റെ പരസ്പര വിരുദ്ധമായ എല്ലാ കൽപ്പനകളും റദ്ദാക്കണമെന്നുള്ള അപേക്ഷയാണ് ഇവിടെ രാജ്ഞി പിന്നെയും രാജാവിന്റെ മുൻപിലേക്ക് വെക്കുന്നത്. അപ്പോൾ തന്റെ ജനത്തിന് ദോഷമൊന്നും സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് രാജ്ഞി പിന്നെയും രാജാവിന്റെ മുന്നിലേക്ക് അടുത്ത അപേക്ഷ വെക്കുകയാണ്. എന്താണ്? തന്റെ ജനത്തിനെതിരെ ഹാമാൻ മുന്നോട്ട് വെച്ചതായിട്ടുള്ള അല്ലെങ്കിൽ ഇറക്കിയതായിട്ടുള്ള ഉത്തരവുകളൊക്കെ റദ്ദാക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യത്തോടെ രാജ്ഞി മുന്നോട്ട് ചെല്ലുകയാണ്. എന്നാൽ അവളുടെ അപേക്ഷയിൽ പ്രീതി പൂണ്ട രാജാവ് നേരത്തെ പോലെ തന്നെ അവൾ ചോദിച്ചതിലും അധികം അവൾക്ക് നൽകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. രാജാവ് തന്റെ പൊൻചെങ്കോൽ സന്തോഷത്തോടെ എസ്തേറിന്റെ നേരെ നീട്ടി അവളുടെ അപേക്ഷ സ്വീകരിക്കുകയും ഉചിതമായത് ചെയ്യുവാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അതായത് അടുത്ത ഭാഗം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, രാജാവിന്റെ കൽപ്പന, ക്വീൻ എസ്തേർ pleaded with King Ahasuerus to annul the decree, but Ahasuerus insisted that a writ that has been written in the king's name and sealed with the king's seal cannot be returned. അതായത് രാജമുദ്ര പതിപ്പിച്ചതായിട്ടുള്ള ഒരു കൽപ്പന അത് തിരിച്ച് പിൻവലിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. പകരം അവിടെ എന്താണ് രാജാവ് നൽകുന്നത്? പകരം ഒരു ഐഡിയ കൊടുക്കുകയാണ്. യഹൂദന്മാർക്ക് വേണ്ട രീതിയിൽ ഒരു പുതിയ കൽപ്പന നിങ്ങൾ ചെയ്ത് റെഡിയാക്കുക. ഇൻസ്റ്റഡ് ഹി സജസ്റ്റഡ് ടു എസ്തേർ ആൻഡ് മൊർദെഖായി to inscribe regarding the Jews as you please and seal it with the king's seal. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പഴയ കൽപ്പന റദ്ദാക്കുവല്ല, പകരം ഒരു പുതിയ കൽപ്പന അവിടെ രാജാവിന്റെ പേരിൽ ഇറങ്ങുകയാണ്. അതാണ് നമുക്ക് 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ രാജാവിന്റെ വാക്ക് കേട്ടിട്ട് സീവാൻ മാസമായ 3-ാം മാസം, ദി മന്ത് ഓഫ് സീവാൻ, ദ 3rd month. നമ്മൾ ഇതുവരെ 2 മാസങ്ങളെ പറ്റി നേരത്തെ പഠിച്ചിരുന്നു. ഏതൊക്കെയാണ്? 1-ാമത്തെ മാസമായ നീസാൻ മാസത്തിലാണ് ഈ പൂരിട്ട് തീരുമാനിച്ചത്, അല്ലെ? അവര് ലോട്ട്സ് ഇട്ടിട്ട് തീരുമാനിച്ചത്. ഏത് മാസത്തിന് വേണ്ടിയാണ് യഹൂദന്മാരെ നശിപ്പിക്കാൻ തീരുമാനിച്ചത്? 12-ാമത്തെ മാസമായ ആദാർ മാസം. അപ്പൊ നീസാൻ മാസവും ആദാർ മാസവും നമ്മൾ പഠിച്ചു. 1st month, 12th month. ഇത് 3rd month പറ്റിയാണ് പറയുന്നത്. ദി മന്ത് ഓഫ് സീവാൻ, സീവാൻ മാസമായ 3-ാം മാസം 23-ാം തീയതി മൊർദെഖായി കൽപ്പിച്ചതനുസരിച്ച് രാജാവിന്റെ രായസക്കാരെ, സ്ക്രൈബ്സ് അല്ലെങ്കിൽ എഴുത്തുകാര്, പകർത്തെഴുത്തുകാര് എന്നൊക്കെ പറയാം, അവരെ വിളിച്ച് അവർ യഹൂദന്മാർക്കും ഹിന്ദുദേശം മുതൽ കൂശ് വരെയുള്ള 127 സംസ്ഥാനങ്ങളിലെ രാജപ്രതിനിധികൾക്കും ദേശാധിപന്മാർക്കും സംസ്ഥാന പ്രഭുക്കന്മാർക്കും അതാത് സംസ്ഥാനങ്ങളിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതാത് ജാതികൾക്ക് അതാത് ഭാഷയിലും യഹൂദന്മാർക്ക് അവരുടെ അക്ഷരത്തിലും ഭാഷയിലും എഴുതി. എന്നിട്ടത് അഹശ്വേരോഷ് രാജാവിന്റെ നാമത്തിൽ എഴുതി വെച്ച് രാജമോതിരം കൊണ്ട് മുദ്രയിട്ട് അഞ്ചൽക്കാരുടെ, അതായത് സന്ദേശവാഹകരുടെ കയ്യിൽ കൊടുത്തു വിട്ടു. എന്താണ് മൊർദെഖായി അവിടെ ചെയ്യുന്നത്? On the 23rd day of the 3rd month, the month of Sivan, the king's scribes were called, and Mordecai issued an edict to the Jews and to the satraps. Satraps എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണേഴ്സ് എന്ന് തന്നെയുള്ള അർത്ഥമാണ്. And nobles of 127 provinces in their own script and language. ഇങ്ങനെ ഒരു പുതിയ കൽപ്പന അവിടെ ഇറങ്ങുകയാണ്. എന്തായിരുന്നു പുതിയ കൽപ്പന? പഴയ കൽപ്പന റദ്ദാക്കുന്നു എന്നല്ല, മറിച്ച് ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി, അതായിരുന്നു ഹാമാൻ തീരുമാനിച്ച ഡേറ്റ്, അല്ലേ? ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി അതത് പട്ടണങ്ങളിലെ യഹൂദന്മാർ ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതി നിൽപ്പാനും തങ്ങളെ ഉപദ്രവിപ്പാൻ വരുന്ന ജാതിയുടെയും സംസ്ഥാനത്തിന്റെയും സകല സൈന്യത്തെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ച് കൊന്നുമുടിപ്പാനും അവരുടെ സമ്പത്ത് കൊള്ളയിടുവാനും യഹൂദന്മാർക്ക് അധികാരം കൊടുത്തു. ബേസിക്കലി the new law allowed Jews to gather, defend themselves and destroy anyone who attacked them. അപ്പൊ പറഞ്ഞു വരുമ്പോൾ പുതിയ കൽപ്പന പ്രകാരം
ആരും യഹൂദരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമല്ല, ആരെങ്കിലും അവരെ ഉപദ്രവിച്ചാൽ അങ്ങനെയുള്ളവരെ തിരിച്ചാക്രമിക്കുവാനുള്ള അനുവാദവും കൂടെ യഹൂദന്മാർക്ക് അവിടെ നൽകുകയാണ്. ഈ ഒരു പുതിയ കൽപ്പന, അതായത് ശിക്ഷ വിധിക്കേണ്ടുന്നതായിട്ടുള്ളതായിരുന്നു രാജാവിന്റെ കൽപ്പന, ആദ്യത്തെ കൽപ്പന അല്ലെ. ശിക്ഷ വിധിക്കേണ്ടുന്ന അതേ കരങ്ങളാൽ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കൽപ്പന നൽകി എന്നത് കർത്താവ് ഒരുക്കിയ വീണ്ടെടുപ്പിന്റെ മുൻകുറിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. The fact that the same hands that should execute punishment issue the orders of salvation is a foreshadowing of the redemption prepared by the Lord. അതായത് പാപം ചെയ്യുന്നവൻ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള ദൈവ നിയമത്തിന് തന്നെ, അത് ആ നീതി ആവശ്യപ്പെട്ട ദൈവം തന്നെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് തന്റെ പുത്രനെ അയച്ചതായിട്ടുള്ള ആ രക്ഷയുടെ മുൻകുറിയായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ഈ രണ്ടാമത്തെ കൽപ്പനയിലൂടെ യഹൂദരുടെ ഉദ്ധാരണം, അവരുടെ വിമോചനം ഈ രാജകൽപ്പനയാൽ പൂർത്തീകരിക്കപ്പെട്ടു. The Jews reached fullness of liberation by this decree. അങ്ങനെ യഹൂദരുടെ ഒരു വലിയ ഒരു വിമോചനമാണ്, അല്ലെങ്കിൽ അവരുടെ ഉദ്ധാരണമാണ് ഈ ഒരു രണ്ടാമത്തെ കൽപ്പനയിലൂടെ അവിടെ സാധ്യമാകുന്നത്. സ്വാഭാവികമായിട്ടും അവസാന ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു കാണും? നമ്മൾ നേരത്തെ നാലാമത്തെ അധ്യായത്തിന്റെ അവസാനം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഇങ്ങനെ ഒരു മൂന്നാമത്തെ അധ്യായത്തിന്റെ അവസാനമായിരുന്നു തോന്നുന്നു അല്ലെ, ഹാമാന്റെ ഈ ഉത്തരവ് വെളിയിലിറങ്ങിയപ്പോൾ ശൂഷൻ പട്ടണം മുഴുവൻ കലങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം അവസാനിച്ചത്. എന്നാൽ ഈ 8-ാം അധ്യായത്തിന്റെ അവസാനം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദ സിറ്റി ഓഫ് സൂസ റിജോയ്സസ്, യഹൂദന്മാര് ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. The city of Susa rejoices, the Jews have light, happiness, delight and dignity എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ യഹൂദന്മാരെയുള്ള പേടി ദേശത്തെ ജാതികളിൽ മേൽ വീണതുകൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു. Many people of other nationalities converted to Judaism, seeing that God's favor rests upon the Jews. അങ്ങനെ 8-ാം അധ്യായം അവസാനിക്കുമ്പോൾ വലിയ സന്തോഷത്തോടുകൂടി ശൂഷൻ പട്ടണവും അതുപോലെ ഈ 127 സംസ്ഥാനങ്ങളിലെയും യഹൂദര് സന്തോഷിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ രാജാവിന്റെ പുതിയ കൽപ്പനയിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പൊ 7-ാം അധ്യായത്തിൽ ഹാമാന്റെ നാശം നമ്മൾ കണ്ടു. 8-ാമത്തെ അധ്യായത്തിൽ രാജാവിന്റെ പുതിയ കൽപ്പനയുടെ കാര്യങ്ങളും നമ്മൾ കണ്ടു. ഇനിയും 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു ഡെലിവറൻസ് ആൻഡ് സെലിബ്രേഷൻ ആണ്. യഹൂദരുടെ രക്ഷ തന്നെ അവിടെ നടക്കുകയാണ്. അങ്ങനെ ഫൈനലി ആധാർ മാസം 12-ാം മാസമായ ആധാർ മാസം 13-ാം തീയതി വന്നു. എന്ത് സംഭവിച്ചു? 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നോക്കിക്കഴിഞ്ഞാൽ അഹശ്വേരോഷ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാർ തങ്ങളോട് ദോഷം ചെയ്യുവാൻ ഭാവിച്ചവരെ കൈയേറ്റം ചെയ്യേണ്ടതിന് അവർ ഒന്നിച്ചുകൂടി. അങ്ങനെ യഹൂദന്മാർക്കൊരു അവസരം കിട്ടുകയാണ്. അവരിവിടെ തക്കം നോക്കിയിരുന്ന ശത്രുക്കളെ മുഴുവൻ അവരിവിടെ കൊന്നു മുടിക്കുന്ന ഒരു ദിവസമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളെ മുഴുവൻ കൊന്നു മുടിച്ചു. The Jews destroyed, killed and annihilated their enemies. ശൂഷൻ രാജധാനിയിൽ മാത്രം 500 പേരും ഹാമാന്റെ 10 മക്കളും വധിക്കപ്പെട്ടു. In the royal province of Susa, 500 people were killed with 10 sons of Haman. എന്നാൽ അവിടെ നമുക്ക് പ്രത്യേകം എടുത്ത് കാണാൻ സാധിക്കും, അവരുടെ വസ്തുക്കൾ ഒന്നും യഹൂദർ കൊള്ളയടിച്ചില്ല. നമ്മൾ നേരത്തെ യഹൂദരുടെ കമ്മ്യൂണിറ്റിയെ പറ്റി, അല്ലെങ്കിൽ അവർ നമുക്ക് നൽകുന്ന ഒരു സന്ദേശത്തെ പറ്റി, ധാർമ്മികതയെ പറ്റി, അതായത് ദൈവജനത്തിന് പരസ്പരം ഉണ്ടാകേണ്ടുന്ന ധാർമ്മികത, അനുകമ്പ എന്നുള്ള പോയിന്റിൽ നമ്മൾ പറഞ്ഞിരുന്നു. യഹൂദന്മാരുടെ പ്രവാസത്തിലിരുന്ന യഹൂദന്മാരുടെ ജീവിതം എപ്രകാരമായിരുന്നു? അവർ യുദ്ധമുഖത്ത് നീതി കാണിക്കുന്നവരായിരുന്നു. കവർച്ചയ്ക്കായി അവർ കൈനീട്ടിയില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തങ്ങളുടെ ശത്രുക്കളെ മുഴുവൻ യഹൂദർ ഇവിടെ കൊന്നു മുടിക്കുമ്പോൾ പോലും they did not lay their hands on the plunder. അവരുടെ വസ്തുക്കൾ ഒന്നും യഹൂദർ കൊള്ള ചെയ്തില്ല, കവർച്ച ചെയ്തില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
അങ്ങനെ ഹാമാന്റെ മരണത്തോടെയും ഈ സംഭവങ്ങളോടെയും ഒരു യഹൂദനെ തൊടുവാൻ പോലും ആരും ധൈര്യപ്പെട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്ക് ഈ 9-ാം അധ്യായത്തിൽ കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എന്താണ്? ആദാർ മാസം 13-ാം തീയതി ആയപ്പോൾ യഹൂദരെല്ലാം ഒത്തുകൂടി തങ്ങളുടെ ശത്രുക്കളെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന വലിയ സന്തോഷമാണ് നമുക്ക് ഈ 9-ാം അധ്യായത്തിൽ കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ശൂഷൻ രാജധാനിയിൽ മാത്രം 500 പേരെയും ഹാമാന്റെ 10 മക്കളെയും നശിപ്പിച്ചു കളയുന്ന സംഭവങ്ങൾ. ഇങ്ങനെ ഈ 9-ാം അധ്യായത്തിലാണ് പുരീം എന്ന് പറയുന്ന ഒരു ആഘോഷത്തിന്റെ സ്ഥാപനം തന്നെ, അല്ലെങ്കിൽ അതിന്റെ സംഭവങ്ങൾ തന്നെ ആരംഭിക്കുന്നത്. ബേസിക്കലി എന്താണ് ഈ പുരീമിന്റെ, നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കാവുന്ന, ഈ വർഷം നമ്മൾ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒന്നാണ്, എന്താണ് ഈ പുരീം പെരുന്നാൾ? പുരീം പെരുന്നാളിന്റെ സംഭവങ്ങളാണ് നമുക്ക് എസ്തേറിന്റെ പുസ്തകം, വിവരണങ്ങളാണ് 8-ാം അധ്യായം 15 മുതൽ 9-ാം അധ്യായത്തിന്റെ 32 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. From Esther chapter 8 verse 15 to 9 verse 32 we can see the description of Purim. വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് യഹൂദർ ധാരാളം പേരെ വധിച്ച ദിവസമാണ് ആദാർ മാസം 13-ാം തീയതി. 14-ാം തീയതി അവർ ആ മഹാവിജയത്തെ ആഘോഷിച്ചു. അപ്പം ഈ ശൂഷന്റെ, അതായത് പേർഷ്യൻ കിങ്ഡം ആയിട്ടുള്ള ഈ 127 സംസ്ഥാനങ്ങളിൽ പല ഭാഗങ്ങളിലും, വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്തു? ഈ 13-ാം തീയതി അവരെന്ത് ചെയ്തു? അവരുടെ ശത്രുക്കളെ എല്ലാം വധിച്ചു. 14-ാം തീയതി അവരുടെ വിജയം, ഈ മഹാവിജയം ആഘോഷിച്ചു. ശൂഷൻ രാജധാനിയിൽ മാത്രം നോക്കിയാൽ 13, 14 തീയതികളിൽ അവർ ശത്രു സംഹാരം നടത്തുകയും 15-ന് ആഘോഷിക്കുകയും ചെയ്തു. In Susa, Jews attacked their enemies on 13th and 14th and celebrated their victory on 15th. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായതിന്റെ ആഘോഷമായിരുന്നു അത് എന്ന് പറയുന്നത്. This festival was established as a celebration for Jews having attained light, happiness, delight and dignity. ഇതാണ് പുരീം പെരുന്നാൾ, അല്ലെങ്കിൽ ദ ഫീസ്റ്റ് ഓഫ് പുരീം എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു പേര്, പുരീം എന്നുള്ള പേര് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് 9-ാം അധ്യായം 25-ാം വാക്യത്തിൽ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചാപ്റ്റർ 9 വേഴ്സ് 25. നമുക്ക് നേരത്തെ അതിന്റെ സംഭവങ്ങളൊക്കെ അറിയാമല്ലേ? എന്താണ്? ഹാമാൻ യഹൂദരെ നശിപ്പിക്കേണ്ടതിന് അവരുടെ നേരെ ഒരു ഉപായം ചിന്തിച്ച് അവരെ മുടിക്കേണ്ടതിന് പൂര് എന്ന ചീട്ടിട്ടു. എന്നാൽ ഈ ദ്രോഹത്തിന് മറുപടിയായി അവനും അവന്റെ തലമുറയ്ക്കും കഴുമരം ലഭിച്ചതിനാലും അവർ ഈ രക്ഷയുടെ ഉത്സവത്തിന് പൂര് എന്ന പദത്തിൽ നിന്നും വരുന്ന പുരീം എന്ന പേരിട്ടു. Haman had cast lots who to decide on which day the Jews should be destroyed. But God turned the very plan to the cause of Haman's downfall. So this is a festival of liberation called Purim from the word പൂൽ. അപ്പം എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഏത് ഭാഗത്താണ് പുരീമിന്റെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ 13-ന് വധിച്ച് 14-ന് അവർ ആഘോഷിച്ചു. ശൂഷൻ രാജധാനിയിൽ മാത്രം 13ഉം 14ഉം ദിവസങ്ങളിൽ ശത്രു സംഹാരം നടത്തുകയും 15-ാം ദിവസം ആഘോഷിക്കുകയും ചെയ്തു. ഇത് യഹൂദർക്ക് ലഭിച്ചതായിട്ടുള്ള പ്രകാശത്തിന്റെയും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ബഹുമാനത്തിന്റെയും ആഘോഷമായിട്ട് അവർ ആഘോഷിച്ചു. ഇതിന്റെ പൂര് എന്നുള്ള വാക്കിൽ നിന്നാണ് പുരീം എന്നുള്ള പെരുന്നാളിന്റെ പേരുണ്ടായത് എന്നുള്ളത് 9-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഇസ് എ ഫെസ്റ്റിവൽ ഓഫ് ലിബറേഷൻ, വിമോചനത്തിന്റെ ഒരു ആഘോഷമായിട്ട് ഇതിനെ അവര് കണ്ടു. മൊർദെഖായി തന്നെ ഈ ഒരു ഉത്സവത്തിന്റെ ചട്ടം എഴുതി വെച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ദുഃഖം സന്തോഷമായും വിലാപം ഉത്സവവുമായി തീർന്ന നാളിൽ വിരുന്ന് നടത്തണം, സന്തോഷം പങ്കിടണം, പരസ്പരം സമ്മാനങ്ങൾ കൈമാറണം, ദരിദ്രന് കൊടുക്കണം, ഇതൊരു ഉത്സവമായിട്ട് തന്നെ ആചരിക്കണം എന്ന് മൊർദെഖായി ജനത്തോട് ആവശ്യപ്പെട്ടു. എന്തൊക്കെയാണ്? Mordecai instructed the Jews to celebrate this annually and observe the days as days of feasting and joy and of giving presents and food to each other and to the poor. അങ്ങനെ ഗ്രാമങ്ങളിലൊക്കെ ഇത് 14-ാം തീയതിയും
ശൂഷൻ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പട്ടണങ്ങളിലെല്ലാം ഈ ആഘോഷം 15-ാം തീയതിയും ആഘോഷിക്കുന്ന ഒരു സമ്പ്രദായം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അവര് ആഘോഷിച്ചു തുടങ്ങി. ഇത്രയും കാര്യങ്ങൾ, ഒരു 8 പോയിന്റെങ്കിലും ഉണ്ട്. ഈ പോയിന്റ്സ് മറക്കരുത്. പുരിയും പെരുന്നാളിന്റെ കാര്യങ്ങളെല്ലാമാണ് നമുക്ക് ഈ 9-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ? എന്തൊക്കെ എഴുതണം, എവിടെയാണ് ഇത് വിവരിച്ചിരിക്കുന്നത്, എന്താണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ, മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിച്ചു, ശൂഷൻ രാജധാനിയിൽ എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഇതൊരു ആഘോഷമായിട്ട് അവര് മാറ്റിയത്, പുരിയും എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്, അതുപോലെ മൊർദെഖായി ഇത് എപ്രകാരം നടത്തണം എന്നുള്ള ചട്ടം നൽകി എന്നുള്ളത് എഴുതണം. അതുപോലെ തന്നെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഇത് എപ്രകാരം ആഘോഷിക്കുന്നു എന്നുള്ളതും കൂടെ ബേസിക് ആയിട്ട് എഴുതണം. അപ്പൊ ഇത്രയും പോയിന്റ്സ് പുരിയും പെരുന്നാളിനെ പറ്റി ഓർത്തിരിക്കണം. അങ്ങനെ ഏറ്റവും അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മൊർദെഖായിയെ പറ്റിയാണ്, മൊർദെഖായിയുടെ മഹത്വമാണ്. ഇറ്റ് ഇസ് ഓണർ ആൻഡ് റിമെമ്പറൻസ്. മൊർദെഖായി തന്റെ ജനത്തിനു വേണ്ടി ചെയ്തത് എല്ലാ കാര്യങ്ങളുമാണ് നമുക്ക് വളരെ കുറച്ച് വാക്യങ്ങളിലായിട്ട് 10-ാം അധ്യായത്തിൽ കാണുന്നത്. ഒന്ന്, മൊർദെഖായി ബീങ് എക്സോൾട്ടഡ്, അതായത് അഹശ്വേരോഷ് രാജാവിന് രണ്ടാമനായി മാറുന്ന മൊർദെഖായിയെയും, അതുപോലെ ഈ പുസ്തകം എൻഡ് ചെയ്യുന്ന ഭാഗം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്റെ ജനത്തിനു വേണ്ടി എല്ലാം ചെയ്യുന്ന, അല്ലെങ്കിൽ തന്റെ ജനത്തിനു വേണ്ടി തന്റെ ജീവനെ സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മൊർദെഖായിയുടെ മഹത്വം തന്നെ ഒന്നുകൂടി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത്. ഇത്രയുമേ ഉള്ളൂ എസ്തേറിന്റെ പുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള 11-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും അവസാന ഭാഗത്ത് തിരുമേനി ഈ പുസ്തകത്തിന്റെ ഉപസംഹാരമായിട്ട് ഈ പുസ്തകത്തിന്റെ കുറച്ച് പ്രോമിനന്റ് ഫീച്ചേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ദ ഓൺലി ബുക്ക് ദാറ്റ് മെൻഷൻസ് അബൌട്ട് ഇന്ത്യ. ഇന്ത്യയെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ പുസ്തകത്തിൽ ആത്മീയ ഉപദേശങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും ഇതിലുടനീളം സാൻമാർഗിക തത്വങ്ങൾ പ്രകടമാണ്. ഈവൻ ദോ ദ ബുക്ക് ഡസന്റ് ഇംപാർട്ട് എനി സ്പിരിച്വൽ ഗൈഡൻസ്, സം എത്തിക്കൽ പ്രിൻസിപ്പിൾസ് സ്റ്റാൻഡ് ഔട്ട് ത്രൂ ഔട്ട് ദ ബുക്ക്. എന്താണ് നമുക്ക് വളരെ ശക്തമായിട്ട് ഈ ഒരു പുസ്തകം തരുന്ന ചിന്ത എന്താണ്? സാമൂഹിക താല്പര്യങ്ങൾ, അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ ഇൻട്രസ്റ്റ് അപകടത്തിലാകുമ്പോൾ, ചോദ്യം ചെയ്യപ്പെടുമ്പോൾ വ്യക്തികൾ ആത്മത്യാഗത്തിന് ഒരുങ്ങണം. അതായത് എസ്തേറിനെ പോലെ സ്വന്തം ജനത്തിനു വേണ്ടി സ്വജീവനെ പണയപ്പെടുത്തിക്കൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം, നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സാധിക്കണം എന്നുള്ള ചിന്തയാണ് നമുക്ക് ഈ പുസ്തകത്തിൽ ഏറ്റവും ഊന്നി പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. The teaching that individuals must be prepared to sacrifice themselves when the interest or safety of their community are threatened is emphasized in this book. നമ്മൾ പറഞ്ഞു, ആത്മീക ഉപദേശങ്ങളെക്കാൾ കുറച്ച് സാൻമാർഗിക തത്വങ്ങളാണ് ഈ പുസ്തകം എംഫസൈസ് ചെയ്ത് പറയുന്നത് എന്നുള്ളതിനോട് ചേർത്ത് നമുക്കത് പറയാം. അതുപോലെ തന്നെ ഈ പുസ്തകത്തിനെ വേദപുസ്തകത്തിന്റെ മറ്റ് ഭാഗങ്ങളോടും പുസ്തകങ്ങളോടും ഒക്കെ ഒന്ന് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് കണക്ഷനെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ആകെ നോക്കിക്കഴിഞ്ഞാൽ യഹൂദ ന്യായപ്രമാണത്തെ പറ്റി ചില സൂചനകൾ മാത്രം നമുക്ക് 3-ാം അധ്യായത്തിൽ കാണാം, അല്ലെ? കാരണം ഹാമാൻ രാജാവിനോട് ചെന്ന് പറയുന്നുണ്ട്, നമ്മുടെ സാമ്രാജ്യത്തിൽ ചിതറിപ്പാർക്കുന്ന ഈ യഹൂദ ജനം അവരുടെ ന്യായപ്രമാണം ഒന്നും നമ്മുടെ ലോകളായിട്ട്, നമ്മുടെ നിയമങ്ങളുമായിട്ടൊന്നും യോജിച്ചു പോകുന്നില്ല എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു റെഫറൻസ് മാത്രമേ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ പുസ്തകത്തിന്റെ കാതലായ തത്വം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. എന്താണ്? ലവ് യുവർ ബ്രദർ ആൻഡ് ഹേറ്റ് യുവർ എനിമീസ്. നിന്റെ സഹോദരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ കാതലായ തത്വം. അത് നമുക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് ഫിലോസഫി, അതായത് പുതിയ നിയമത്തിന്റെ തത്വമായിട്ട്, പുതിയ നിയമ ചിന്തയിൽ നിന്നും കോൺട്രഡിക്ടറി ആയിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? ഇനിയും അതുപോലെ തന്നെ there is no clarity in this book about the connection between old and new testament. മറ്റ് പുസ്തകങ്ങളിലൊക്കെ ഓരോ സംഭവങ്ങളും പുതിയ നിയമത്തിലെ ഓരോ സംഭവങ്ങളുടെ നിഴലായിട്ട് മുൻകുറിയായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ഇവിടെ പഴയ നിയമ പുതിയ നിയമ പുസ്തകങ്ങളിൽ തമ്മിൽ വലിയൊരു കണക്ഷൻ ഒന്നും നമുക്കൊരു കണക്ഷൻ ഒന്നും ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി പ്രോഫറ്റ്സ് ഇസ് ഓൾസോ നോട്ട് സീൻ ഇൻ ദിസ് ബുക്ക്. പഴയ നിയമത്തിലെ എല്ലാ കാലഘട്ടങ്ങളിലും ജനത്തെ നന്മ ഉപദേശിച്ചു കൊടുക്കുവാനും ശരി ഉപദേശിച്ചു കൊടുക്കുവാനും ഒക്കെ പ്രവാചകന്മാരുണ്ടായിരുന്നു, അല്ലെ? അങ്ങനെയുള്ള പ്രവാചകന്മാരെ പറ്റി ഒന്നും തന്നെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രത്യേകതയുള്ള ഒരു പുസ്തകമാണ് നമ്മൾ ഇന്ന് പഠിച്ചു കഴിയുന്നത്. എസ്തേറിന്റെ പുസ്തകം
ജീവിതത്തിലേക്കും നമുക്ക് ചിന്തിക്കാവുന്ന ഒരുപാട് നല്ല ചിന്തകൾ നൽകിക്കൊണ്ടാണ് ഈ എസ്തേറിന്റെ പുസ്തകവും അവസാനിക്കുന്നത്. അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പോർഷൻസ് എല്ലാം തന്നെ കഴിഞ്ഞു. ഇനി ഒരു ക്ലാസ്സും കൂടെ ഉണ്ടാവും. ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറും കൂടെ കാണും. അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 4 അധ്യായങ്ങളിലെ കാര്യങ്ങളാണ്, ഉള്ളടക്കമാണ് നമ്മൾ മനസ്സിലാക്കിയത്. 7-ാം അധ്യായത്തിൽ ഹാമാന്റെ നാശവും, 8-ാം അധ്യായത്തിൽ രാജാവിന്റെ പുതിയ കൽപ്പനയും, 9-ാം അധ്യായത്തിൽ പുരിയും പെരുന്നാളിനെ പറ്റിയും, 10-ാം അധ്യായത്തിൽ മൊർദെഖായിയുടെ മഹത്വവുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ ഈ വർഷത്തെ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ വിടുന്നതാണ്. ഈ വർഷവും എന്നോടൊപ്പം ഈ ക്ലാസ്സസിനെല്ലാം ഒരുമിച്ച് പഠിച്ച് യാത്ര ചെയ്ത എല്ലാവരോടും ഏറ്റവും വലിയ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.